ചടയമംഗലം മണ്ഡലത്തിൽ അട്ടിമറി വിജയം നേടിയ UDF സ്ഥാനാർത്ഥി MM നസീർ റിപ്പോർട്ടർ ടിവിയോടൊപ്പം ചേരുകയാണ്. ഒരു ഇടത് മണ്ഡലമാണ്. താങ്കൾ ഈ മണ്ഡലത്തിൽ കടന്നു വരുന്ന ഘട്ടത്തിൽ തന്നെ അങ്ങനെ വിജയിക്കുമെന്നൊന്നും ആരും പറയുന്ന കേട്ടുമില്ല. പക്ഷേ ഇപ്പോൾ വൻ ഗംഭീര വിജയം നേടിയിരിക്കുന്നു, അട്ടിമറി വിജയമാണ് നേടിയിരിക്കുന്നത്. 2021 ഞാൻ മത്സരിച്ചു. വിജയിച്ചില്ലെങ്കിലും ഈ മണ്ഡലത്തിൽ തന്നെ സജീവമായിട്ടുണ്ടായിരുന്നു. ചടയമംഗലം മണ്ഡലം ഒരു ഒഴിഞ്ഞ ഒരു മണ്ഡലമാണ്. മാധ്യമ ശ്രദ്ധയോ അല്ലെങ്കിൽ വലിയ ഹൈപ്പോ ഒന്നും ഇല്ലാത്തൊരു സാധാരണ മണ്ഡലത്തിൽ യാതൊരു വികസന പ്രവർത്തനങ്ങളുമില്ല. കഴിഞ്ഞ അരനൂറ്റാണ്ടിലേറെ കാലം ഈ മണ്ഡലത്തിൽ ആകെ 5 വർഷം പ്രയാർ ഗോപാലകൃഷ്ണനാണ് ജയിച്ചിട്ടുള്ളത്. പക്ഷെ ഞാൻ 5 വർഷവും ഈ മണ്ഡലത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതിശക്തമായി താഴെത്തട്ടിലെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് പഞ്ചായത്തിൽ ഞങ്ങൾ 5 പഞ്ചായത്ത് 9ൽ 5 പഞ്ചായത്ത് ഞങ്ങൾ ജയിച്ചു. ഇവിടുത്തെ സാധാരണ ജനങ്ങൾ ഇപ്രാവശ്യം എൻ്റെ കൂടെ വിശ്വാസം അർപ്പിച്ച് നിന്നു. കാരണം ഇവിടെ ഒരു ഇടതുപക്ഷ ജനപ്രതിനിധികൾ ജയിച്ചു പോകുമ്പോൾ അവർക്കൊരു ധാരണയുണ്ട്, മണ്ഡലത്തിൽ ഒന്നും ചെയ്തില്ലെങ്കിലും വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുൻതൂക്കം നൽകിയില്ലെങ്കിലും തങ്ങളുടെ ചിഹ്നം കണ്ടാൽ വോട്ട് ചെയ്യും എന്ന ഒരു ധാരണ ജയിച്ചു വന്ന ഇടതുപക്ഷ ജനപ്രതിനിധികൾക്കുണ്ട്. അതിനെ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയാണ് അവർ എന്നിൽ വിശ്വാസം അർപ്പിച്ചത്. ആ വിശ്വാസം ഞാൻ കാത്തു സൂക്ഷിക്കും. ഇപ്പോൾ കോൺഗ്രസിൽ വലിയ തോതിൽ മുഖ്യമന്ത്രി ചർച്ച നടക്കുന്നുണ്ട്. കുറേ പേരുകൾ മാധ്യമത്തിൽ ഒക്കെ വരികയും ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട്. MM നസീറിൻ്റെ പിന്തുണ ആർക്കായിരിക്കും? പിന്തുണയെ സംബന്ധിച്ച് എനിക്ക് വ്യക്തമായ നിലപാടുണ്ട്. രാഷ്ട്രീയത്തിൽ എല്ലാവർക്കും അറിയാം. പക്ഷേ കേരളത്തിൽ കോൺഗ്രസിൻ്റെയും രാജ്യത്ത് കോൺഗ്രസും മറ്റ് പാർട്ടികളും അവലംബിച്ച് വരുന്നൊരു മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഒരു രീതിയുണ്ട്. അത് MLA-മാരുടെ യോഗം കൂടി കോൺഗ്രസിൻ്റെ AICC-ന്ന് നിരീക്ഷകർ വന്ന് ഓരോ MLA-മാരെയും നേരിട്ട് കണ്ട് കൂട്ടായി ചർച്ച നടത്തി അവരുടെ അഭിപ്രായമെടുത്ത് ഡൽഹിക്ക് റിപ്പോർട്ട് കൊടുത്ത് AICC ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം ഒരു MLA എടുക്കുന്നതാണ് മുഖ്യമന്ത്രിയെ എടുക്കുന്നതാണ് സാധാരണ നടക്കുന്നത്. പക്ഷെ അതിന് വിരുദ്ധമായിട്ട് ഉള്ള ഒരു സോഷ്യൽ മീഡിയ ഇതൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമൊന്നുമുണ്ട്. കാരണം സോഷ്യൽ മീഡിയയിൽ വന്ന അഭിപ്രായം പറയുന്ന പല ആളുകളും ഉണ്ടാവും. കോൺഗ്രസും BJP-യും CPM-ഉം എല്ലാം ഉണ്ടാവും. ജനങ്ങളാണ് MLA തിരഞ്ഞെടുക്കുന്നത്. ജനങ്ങളുടെ ജനപ്രതിനിധിയാണ്. ആ ജനപ്രതിനിധികൾ കൂടുന്ന ഭൂരിപക്ഷ അഭിപ്രായമാണ് MLA തിരഞ്ഞെടുക്കുന്നത്. സ്വാഭാവികമായിട്ട് ഈ 3 നേതാക്കളുടെ പേരാണ് ഉയർന്നു വന്നത്. അവർക്കെല്ലാം അർഹതയുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ശ്രീ KC വേണുഗോപാലാണ്. കാരണം കഴിഞ്ഞ 5 വർഷം മുമ്പ് 2021 പരാജയപ്പെട്ടപ്പോൾ കേരളത്തിലൊരു പുതിയ നേതൃത്വത്തെ അവതരിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ടാണ്. ഹൈക്കമാൻഡാണ് പറയുന്നത്. ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ശ്രീ KC വേണുഗോപാൽ തന്നെയാണ്. പ്രതിപക്ഷ നേതാവായി ശ്രീ VD സതീശനെയും KPC പ്രസിഡൻ്റായി ശ്രീ K സുധാകരനെയും അദ്ദേഹം ഹൈക്കമാൻഡിൻ്റെ സപ്പോർട്ടുകൂടി അദ്ദേഹം കേരളത്തിൽ അവതരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശവും അദ്ദേഹത്തിൻ്റെ നേതൃത്വപരമായിട്ടുള്ള എല്ലാ എഫർട്ടും എടുത്തുകൊണ്ടാണ് അങ്ങനെ ഒരു ലീഡർഷിപ്പ് ഇവിടെ കൊണ്ടുവന്നത്. അതിനെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ നടന്നു. പാർലമെൻറ്റ് ഇലക്ഷന് നല്ലൊരു വിജയമുണ്ടായി. പാർലമെൻറ്റ് ഇലക്ഷനിലെ സ്ഥാനാർത്ഥിയായാലും മറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തത് അദ്ദേഹമാണ്. അത് കഴിഞ്ഞതിന് ശേഷം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വാർഡ് തലത്തിൽ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയുണ്ടായി. AICC ചരിത്രത്തിലാദ്യമായിട്ടാണ് തദ്ദേശ സ്വയംഭരണത്തിൽ ഇത്രയും വിജയമുണ്ടായി. നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് തന്നെയാണ്. കേരളത്തിൽ ഒരു പരാതിയുമില്ലാതെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു. ഈ മാധ്യമങ്ങളിൽ നിങ്ങൾക്ക് അന്ന് കൊണ്ടുവന്ന വാർത്തകളൊന്നും അല്ലായിരുന്നു. ഒരു പരാതിയുമില്ലാതെ ചെറിയ പ്രശ്നങ്ങളുള്ളത് ഒരു തലോടൽ കൊണ്ട് അദ്ദേഹം അതെല്ലാം പരിഹരിച്ചു. കേരളത്തിൽ നിർത്തിയ UDF-ൻ്റെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളിൽ മോശമെന്ന് പറയാവുന്ന ഒരു സ്ഥാനാർത്ഥിയില്ലായിരുന്നു. അങ്ങനെയാണ് ഈ വിജയം ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹം MLA-മാരാണ് അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് സാധ്യതയുണ്ട്. രമേശ് ചെന്നിത്തല സീനിയാരിറ്റിയുള്ള ആളാണ്. VD സതീശൻ അദ്ദേഹം 5 വർഷം പ്രതിപക്ഷ നേതാവായിരുന്ന ആളാണ്, കഴിവ് തെളിയിച്ച ആളാണ്. ഇതിലൊന്നും നമുക്ക് അഭിപ്രായത്തില്ല. പക്ഷേ MLA-മാരുടെ ഭൂരിപക്ഷ അഭിപ്രായം അനുസരിച്ചായിരിക്കും AICC ഒരു ചർച്ച നടത്തും. അങ്ങയുടെ വ്യക്തിപരമായ പിന്തുണ KC-ക്കാണ്? അല്ല, എനിക്ക് പിന്തുണ എൻ്റെ പിന്തുണ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ അദ്ദേഹമായിട്ടാണ് കാലങ്ങളായിട്ട് നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു. മാത്രമല്ല തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷങ്ങളിൽ
ചടയമംഗലത്ത് വന്നൊരു വലിയ പ്രചരണം, ഒരു 1000-ഓളം ആളുകളെ 22 കിലോമീറ്റർ ദൂരം ഒരു റോഡ് ഷോ ആയിട്ട് കൊണ്ടുവന്ന ഒരു പ്രചരണത്തിൻ്റെ കലാശക്കൊട്ട് അദ്ദേഹം നടത്തിയത് എനിക്ക് വലിയ പ്രചോദനം ചെയ്യും. ഇപ്പോൾ അട്ടിമറി ജയമാണ് നേടിയത്, ഇടത് കോട്ടയാണ്. അപ്പോൾ ഇപ്പോൾ ജയിച്ചു, ഇനിയിപ്പോൾ മന്ത്രിസഭ വരുമ്പോൾ മന്ത്രിയാവോ? എന്താ പ്രതീക്ഷ എന്തെങ്കിലും ഉണ്ടോ? അല്ല, മന്ത്രിയാവാനുള്ള എല്ലാ അർഹതയും എനിക്കുണ്ട്. കാരണം ഞാൻ KC വേണുഗോപാൽ KSU പ്രസിഡൻ്റായിരുന്ന കാലഘട്ടം മുതൽ 88 കാലഘട്ടം മുതൽ ഈ 2026 വരെ കേരളത്തിലെ സ്റ്റേറ്റ് രാഷ്ട്രീയത്തിലുള്ള ഒരാളാണ്. എനിക്ക് ശേഷം വന്ന ധാരാളം പേരും MLA-മാരായി മന്ത്രിയായി. എനിക്കിപ്പോഴാണ് അവസരം കിട്ടിയത്. പാർട്ടിയിൽ ഏറ്റവും സീനിയറായിട്ടുള്ള ഈ ജില്ലയിൽ പരിഗണിക്കേണ്ട ആൾ ഞാനാണ്. ഇപ്പോഴത്തെ കോൺഗ്രസ് MLA-മാരിൽ ഇത്രയും വർഷം പാർട്ടിയുടെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിച്ച് ഏറ്റവും സീനിയറായിട്ടുള്ള ഒരാളാണ് ഞാൻ. പാർട്ടി പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷ? തീർച്ചയായിട്ടും എനിക്കൊരു പ്രതീക്ഷയുണ്ട്, പാർട്ടി എന്നെ പരിഗണിക്കും എന്ന ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. എന്തായാലും ചടയമംഗലത്ത് അട്ടിമറി ജയം നേടിയാണ് നസീർ ഇവിടെ ജയിച്ച് കയറിയത്. അദ്ദേഹത്തിൻ്റെ പിന്തുണ അദ്ദേഹം KCക്കാണെന്ന് തുറന്ന് പറയുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ പാർട്ടി പറഞ്ഞാൽ, പാർട്ടി നിർദ്ദേശിച്ചാൽ മന്ത്രിയാവാനും അദ്ദേഹം തയ്യാറാണ്. കൊല്ലത്ത് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ AV ജയശങ്കർ.